മക്കൾ പ്രണയത്തിലാണ്, അവർ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷിതാക്കളത് ശക്തമായി എതിർക്കുന്നു. വിവാഹം കഴിച്ചാൽ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ശരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കുട്ടികളെപ്പോഴും നമ്മുടെ ഒരു സംസ്കാരത്തിലും നമ്മുടെ ഒരു ആദർശത്തിലും ധാർമ്മികതയിലും മുന്നോട്ട് പോകാനുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കണം. ഇപ്പോൾ ധാരാളം രക്ഷിതാക്കൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണെന്ത്, മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ക്ലാസ്സിലും ഞാൻ അവരെ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷെ നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത് ഈ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്തിനത് കൊടുക്കേണ്ടത്, അത് കൊടുത്തെങ്കിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാവും. അപ്പം അത് ആ കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. എന്തിനാ ക്വസ്റ്റ്യൻ്റെ പറഞ്ഞ കാര്യം? മക്കൾ പ്രണയത്തിലാണ്. അതെ. അപ്പോൾ ഈ പ്രണയം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കണം. ഞാൻ പറഞ്ഞ ബോധമുള്ള കുട്ടികളൊന്നും പൊതുവേ പിന്നീട് ഈ പ്രേമത്തേക്ക് പോകില്ല. നമ്മൾ ഈ പ്രേമത്തിൽപ്പെട്ട മിക്കവാറും കുട്ടികളെ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഗൗരവപരമായിട്ടുള്ളൊരു ഉണർത്തൽ നേരത്തെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പഠനത്തെ മനസ്സിൽ. അത് വന്നാൽ അവർക്ക് എന്ത് മാറ്റം ഉണ്ടാവും. ഇപ്പം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ വളരെ സ്ട്രോങ് നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്താണ്, നമ്മുടെ ഒരു കൾച്ചറും മതവും ദീനും അതേപോലെ തന്നെ എൻ്റെ ഭാവിക്ക് സുരക്ഷിതവുമായിട്ടുള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ. ഈ കൊണ്ടുവരുന്നത് മകൾക്ക് സുരക്ഷിതമല്ല എന്നതിന് ധാരാളം ന്യായങ്ങളുണ്ട്. ഒന്ന്, അവൻ മതപരമായ ചിട്ടകളില്ലാത്ത ആളാണ്. അതേപോലെ തന്നെ ഇതിങ്ങനെ അവിഹിതമായി ഉണ്ടായ ഒരു പരിചയമാണ്. നിങ്ങൾ വയസ്സിൽ ഒരേ പ്രായക്കാരാണ്. അതേപോലെ തന്നെ അവന് ഇപ്പോഴും ഒരു ജോലിയോ ചുറ്റുപാടുകളോ ഒന്നുമില്ല. അവൻ്റെ കുടുംബ സംവിധാനം, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഈ നമ്മുടെ കുട്ടിനെ കൊടുത്തയക്കുമ്പോൾ സ്വാഭാവികം അവരുടെ സുരക്ഷിതത്തിന് ഭംഗം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, മതപരമായി ഇങ്ങനൊരു ബന്ധം വന്നത് ശരിയല്ല, പിന്നെ നിൻ്റെ ഭാവിക്ക് ഇതൊരിക്കലും ഗുണകരമല്ല എന്ന നിലക്ക് എന്താണ്, ഞങ്ങൾ ഒരിക്കലും ഇത് നടത്തി തരില്ല എന്ന്. ഇത് കുട്ടികളും പറയും. വാപ്പക്കും മോക്കും സമ്മതമല്ലാതെ ഞാനൊരിക്കലും ഒരു വിവാഹത്തേക്ക് പോകില്ല എന്നും വാപ്പനെയും പനിയും ബന്ധമുള്ള കുട്ടികൾ പറയും. ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, മനസ്സിലായി. പിന്നെ ഇപ്പം എന്തുള്ളൂ വിചാരിച്ചാൽ ഒരു കുട്ടി ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സംതൃപ്തിയും സന്തോഷമില്ലാതെ നമ്മളൊരിക്കലും അവനൊരു മരുമകനായിട്ടോ ഒന്നും നമുക്ക് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ഹലാലായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും, അവർക്കൊരു നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അതിപ്പോൾ പൊതുവേ നിക്കാഹില്ലാതെ ജീവിക്കാൻ തീരുമാനിക്കുന്നവർക്ക് എന്ത് ചെയ്യാണ്, അത് ഹലാലായിക്കോട്ടെ എന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും മക്കളോട് അവർക്ക് ഗുണകരമായതിനെ നേരത്തെ പറഞ്ഞു കൊടുക്കുകയും ഗുണകരമല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുകയും തന്നെയാണ് വേണ്ടത്.